ഹലോ, ഇന്നൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയല്ല. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞാൻ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ഫസ്റ്റ് ഒരു കപ്പ് മൈദയാണ് വേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ കേട്ടോ. മൈദ തന്നെ വേണമെന്നുമില്ല. ആദ്യം തന്നെ അതൊരു ബൗളിലോട്ട് ജസ്റ്റ് ഒന്ന് അരിക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്ന ജസ്റ്റ് അതിൽ ഇങ്ങനെ തരി ഉണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വരും. പിന്നെ പിൻട്രസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അതേ കണക്ക് തന്നെ ചെയ്തു. സംഭവം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടം കണക്ക് ആഡ് ചെയ്യാൻ ഷുഗറും. 1 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാനേജ് ആയിട്ട് വരാം. ദെൻ മിക്സ് ചെയ്യുക. ആ ഷുഗറും സോൾട്ടൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി 1 കപ്പ് പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. കറക്റ്റ് 1 ഗ്ലാസ് പാൽ വേണമെങ്കിൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ഒരു മാവ് ബാറ്റർ പരുവത്തിലായി വരത്തുള്ളൂ നമുക്ക്. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ മിക്സ് ചെയ്തു. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കതൊന്ന് കിട്ടാൻ. ഈ പാലും പഞ്ചസാര ഉപ്പും മൈദമാവ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ടയാണ് ആഡ് ചെയ്യേണ്ടത്. മുട്ടയൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് മിക്സ് ആകും, അല്ലെങ്കിൽ ആ യെല്ലോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അങ്ങനെ 1 മുട്ട ഒഴിക്കുക. ദെൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട ഒഴിക്കുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവും, അതുകൊണ്ട് പാൽ കറക്റ്റ് അളവിന് ഒഴിക്കാവുള്ളൂ. എനിക്ക് പിടിച്ചിട്ട് കൂടിപ്പോയി. കറക്റ്റ് 1 കപ്പ് പാൽ ഒഴിക്കണമെന്നില്ല കേട്ടോ, ഹാഫ് ആയാലും മതി. ഇനി വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ്. വാനില എസൻസ് ആഡ് ചെയ്യുന്ന മുട്ടയുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, ആ ടേസ്റ്റ് അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വരാനായിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ആയാലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും മിക്സ് ചെയ്യുക. ബട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. എങ്കിൽ ബട്ടർ കറക്റ്റായിട്ട് മിക്സ് ആവത്തില്ല, സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആ മെൽറ്റ് ചെയ്ത് വെച്ച് ബട്ടർ ഉണ്ടല്ലോ നേരത്തെ, അത് തന്നെ ഒഴിക്കുക. അപ്പോൾ ബാറ്റർ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചുട്ടെടുക്കണം. പാൻ കേക്ക് ആക്കണമല്ലോ. സാധാ ദോശ ഇടുന്നതൊക്കെ ചുട്ടാൽ മതി, പക്ഷേ പരത്തണ്ട. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി മറിച്ചിട്ട് കൊടുക്കുക. 1 വട്ടം തിരിച്ച് മറിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാൻ കേക്ക് മൊത്തം ചുട്ടെടുക്കണം. ഓരോ തവണ ബാറ്റർ ഒഴിക്കുമ്പം ഇച്ചിരി ബട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒഴിക്കുക. പാനിൽ ഇച്ചിരി ബട്ടർ തേക്കുക. ഇനി നമ്മുടെ ഡെക്കറേഷൻ ടൈമാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണിയാണ് ഒഴിക്കുന്നത്. അത് ഞാൻ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പൊംഗ്രാനൈറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്തു. നല്ല മണം ഉണ്ടായിരുന്നു എസൻസ് ഒഴിച്ചതിൻ്റെ, വാനിലാട്. അപ്പോൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. അല്ലാതെ വെറുതെ കഴിക്കാനും കൊള്ളാം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയാൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.